നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാലക്കാട് 2ാം ക്ലാസ്സുകാരിക്ക് ദാരുണാന്ത്യം. സ്കൂട്ടറിൽ നിന്ന് വീണ് ശരീരത്തിൽ ബസ് കയറി മരണം. അപകടം കൊഴിഞ്ഞാമ്പാറ അത്തിക്കോട്ട്. മരിച്ചത് സെന്റ് പോൾസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ നഫീസത്ത് മിസ്രിയ. വിദ്യാർത്ഥിയുടെ കർണപടം അടിച്ചു തകർത്ത സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത ബാലാവകാശ കമ്മീഷൻ. അടിയന്തരമായ റിപ്പോർട്ട് നൽകാൻ ഡിവൈഎസ്പിക്ക് നിർദ്ദേശം. സംഭവം കാസർഗോഡ് കുണ്ടംകുഴി GHSSൽ. പാൽ വില കൂട്ടാൻ മിൽമ നീക്കം. വില കൂടാതെ മുന്നോട്ടു പോകാനാവില്ലെന്ന് ചെയർമാൻ മണി. വില വർധന പഠിക്കാൻ സമിതിയെ നിയോഗിക്കും. ബോട്ടിലിൽ മിൽമ പാൽ വിതരണം ചെയ്യാനും തീരുമാനം. ആദ്യം തിരുവനന്തപുരം മേഖലയിൽ. ആലുവയിൽ വൻ ലഹരിവേട്ട. KSRTC ബസ് സ്റ്റാൻഡിന് സമീപം 50 ലക്ഷം രൂപ വിലമതിക്കുന്ന 158 ഗ്രാം ഹെറോയിൻ പിടിച്ചെടുത്തു. അസം സ്വദേശി മഖബുൽ ഹുസൈൻ എക്സൈസിന്റെ പിടിയിൽ. കോഴിക്കോട് എരഞ്ഞിപ്പറമ്പിൽ ജലസംഭരണി ഭാഗികമായി തകർന്നു. ഒരു വശത്തെ കോൺക്രീറ്റ് ഭിത്തി അടർന്നു. വെള്ളം 2 വീടുകളിലേക്ക് കുതിച്ചെത്തി. തകർന്നത് 30 വർഷം പഴക്കമുള്ള ടാങ്ക്. വടക്കൻ ജില്ലകളിൽ ഇന്നും മഴ കനത്തു പെയ്യുമെന്ന് മുന്നറിയിപ്പ്. കണ്ണൂരിലും കാസർഗോഡും ഓറഞ്ച് അലർട്ട്. തൃശൂർ ജില്ലയിലെ ഓണപരീക്ഷ മാറ്റി. സ്കൂളുകൾക്ക് അവധി. എറണാകുളം തേവയ്ക്കലിൽ മണ്ണിടിച്ചിൽ. അപകട ഭീഷണിയിൽ പ്രദേശത്തെ വീടുകൾ. വാർത്തകൾ വിശദമായി നോക്കാം. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ 2ാം ക്ലാസ്സുകാരിക്ക് ദാരുണാന്ത്യം. 2ാം ക്ലാസ്സുകാരി മിസ്രിയയാണ് മരിച്ചത്. സ്കൂട്ടറിൽ നിന്നും വീണ 2ാം ക്ലാസ്സുകാരിയുടെ ശരീരത്തിലൂടെ ബസ് കയറിയിറങ്ങുകയായിരുന്നു. പിതാവിനൊപ്പം സ്കൂളിൽ പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ഈ ഹോസ്പിറ്റലിലേക്ക് ഉടൻ തന്നെ എത്തിച്ചിരുന്നു. ഉടൻ തന്നെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ വീഡിയോ പരിശോധിച്ചാൽ അറിയാൻ പറ്റും. CCTV വീഡിയോ പരിശോധിച്ചാൽ അറിയാൻ പറ്റും. ബസ്സുകാരൻ്റെ ലെഫ്റ്റ് സൈഡ് തട്ടിയിട്ടാണ് വീഴുന്നത്. അവനും അങ്ങോട്ട് വീണിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ജീവനും കൂടെ പോയിട്ടുണ്ടാവും. അവൻ ഇങ്ങാപ്പുറത്തും കുട്ടി അങ്ങാപ്പുറത്തും വീണത് കാരണം ബാക്ക് വീൽ കയറിയിട്ടാണ് കുട്ടി മരിച്ചിരിക്കുന്നത്. എൻ്റെ മകളുടെ കൂടെ പഠിക്കുന്ന കുട്ടിയാണ്. എൻ്റെ മകളുടെ കൂടെ എൻ്റെ കയ്യിൽ ചുവര പോലും മാഞ്ഞിട്ടുണ്ട്. ഇതിനാരാ സമാധാനം പറയുക? സമാധാനം പറയാൻ ആരെങ്കിലും ഉണ്ടോ? ഈ കുട്ടിന്റെ ജീവൻ ആരെങ്കിലും തിരിച്ചു തരുമോ? ആരിനെ കൊണ്ടെങ്കിലും കഴിയുമോ? വിവരങ്ങളുമായി പ്രജിത്ത് ചേരുന്നുണ്ട്. പ്രജിത്ത്, സ്കൂട്ടർ ഈ റോഡിലെ ഗട്ടറിൽ വീഴുകയും അതിനുശേഷമാണ് കുട്ടിക്ക് അപകടം സംഭവിക്കുക എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അനുശ്രീ, ഇന്ന് രാവിലെ 9:30 ഈ നടുക്കിയ ഈ അപകടമുണ്ടായത്. കൊഴിഞ്ഞാമ്പാറ അത്തിക്കോട് വെച്ചിട്ടാണ് ഈ അപകടമുണ്ടായത്. സ്കൂട്ടർ ഗട്ടറിൽ വീഴുകയല്ല ഉണ്ടായത്. മുന്നിലത്തെ ഓട്ടോറിക്ഷയുടെ ബാക്കിൽ തട്ടുകയും സ്കൂട്ടർ മറിഞ്ഞു വീണ സമയത്ത് തന്നെ കുട്ടി തെറിച്ച് കുട്ടി റോഡിലേക്ക് തെറിക്കുകയാണ് ഉണ്ടായിരുന്നത്. അതാണ് നമുക്ക് CCTVയിൽ മനസ്സിലാവുന്നത്. തെറിച്ച് വീണ സമയത്ത് തന്നെ സമീപത്ത് കൂടെ വന്നിരുന്ന ബസ്സിന് അടിയിലേക്ക് തെറിച്ചു വീഴുകയും ബസ്സിന്റെ പിൻചക്രങ്ങൾ കയറിയാണ് കുട്ടി മരിക്കുന്നത്. കുട്ടി തത്സമയം മരിക്കുകയാണ് ഉണ്ടായിരുന്നത്. സമീപത്തുള്ള റോഡുകൾ എല്ലാം തന്നെ കുണ്ടും കുഴിയാണ്. അത് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രവർത്തകർ അവിടെ റോഡ് ഉപരോധവും ഉണ്ടായിരുന്നു. ഇപ്പോൾ മരിച്ച കുട്ടിയുടെ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിനായി എത്തിച്ചിട്ടുണ്ട്. അനുശ്രീ, ശരി. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലാണ് 2ാം ക്ലാസ്സുകാരിക്ക് ദാരുണാന്ത്യം ഉണ്ടായിരിക്കുന്നത്. 2ാം ക്ലാസ്സുകാരി മിസ്രിയയാണ് മരിച്ചത്. സ്കൂട്ടറിൽ നിന്നും വീണ 2ാം ക്ലാസ്സുകാരിയുടെ ശരീരത്തിലൂടെ ബസ് കയറിയിറങ്ങുകയായിരുന്നു. പ്രജിത്താണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് കുണ്ടംകുഴിയിൽ അധ്യാപകന്റെ മർദ്ദനത്തിൽ വിദ്യാർത്ഥിയുടെ കർണപടം പൊട്ടിയതിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു. പ്രധാന അധ്യാപകനെതിരെ നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസും BJPയും സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. സംഭവം ഡെപ്യൂട്ടി ഡയറക്ടർക്ക് അന്വേഷിക്കുന്നുണ്ടെന്നും മന്ത്രി V. ശിവൻകുട്ടി അറിയിച്ചു.
സ്കൂൾ അസംബ്ലിക്കിടെ 10ാം ക്ലാസ് വിദ്യാർത്ഥി കാൽ കൊണ്ട് ചരൽ കൂട്ടിയെന്നാരോപിച്ചായിരുന്നു മർദ്ദനത്തിൽ വിദ്യാർത്ഥിയുടെ കർണപടം തകർന്നു. സംഭവം വിശദമായി അന്വേഷിക്കാൻ മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശിച്ചു. കുട്ടിയുടെ കർണപുടം തകർന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. പൊതുവിൽ എനിക്ക് പറയാനുള്ള അധ്യാപകരോടും രക്ഷകർത്താക്കളോടും പറയാനുള്ളത്, ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ എല്ലാ സ്കൂളുകളിലും ഉണ്ടാവും. അധ്യാപകരെ അങ്ങനെ ശത്രുക്കളായി നമ്മൾ കാണേണ്ട കാര്യമൊന്നുമില്ല. അപ്പം അത്തരം എല്ലാ പ്രശ്നങ്ങളും ഒരു വലിയ വിവാദ പ്രശ്നങ്ങളാക്കി മാറ്റുന്നത് നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിന്റെ വളർച്ചയ്ക്ക് അത്ര ഗുണമല്ല. എന്നാൽ അധ്യാപകർ ശ്രദ്ധിക്കേണ്ടതായിട്ട്, ശിക്ഷ അർഹിക്കുന്ന കുറ്റം ചെയ്ത കുട്ടികളുണ്ടെങ്കിൽ അതിന്റെ ഒരു നിയമം നോക്കി മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഒരു കാരണവശാലും കുട്ടികളെ ഉപദ്രവിക്കുന്ന നില ഉണ്ടാകാൻ പാടില്ല. ബാലാവകാശ കമ്മീഷനും കേസെടുത്തിട്ടുണ്ട്. അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ബേക്കൽ ഡിവൈഎസ്പിക്ക് നിർദ്ദേശം നൽകി. കമ്മീഷൻ നാളെ വിദ്യാർത്ഥിയെ സന്ദർശിക്കും. സംഭവം വിവാദമായതോടെ പ്രതിഷേധം ശക്തമായി. പ്രധാന അധ്യാപകനെതിരെ നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസും BJPയും സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മർദ്ദനത്തെ തുടർന്ന് കർണപടം പൊട്ടിയതായും കേൾവിക്ക് തകരാർ സംഭവിച്ചതായും ഡോക്ടർമാർ ശസ്ത്രക്രിയ നിർദ്ദേശിച്ചെന്നും കുടുംബം പറയുന്നു. ഇതിനിടെ സംഭവം ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമമുണ്ടായതായും ആരോപണമുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. കൊല്ലത്ത് മദ്യപിച്ച് വാഹനം ഓടിച്ച 17 ഡ്രൈവർമാർ പിടിയിൽ. ഓപ്പറേഷൻ റൈഡിന്റെ ഭാഗമായാണ് പരിശോധന നടന്നത്. നഗരത്തിൽ സ്വകാര്യ KSRTC സ്കൂൾ ബസ്സുകൾ കേന്ദ്രീകരിച്ചായിരുന്നു സിറ്റി പോലീസിന്റെ പരിശോധന. ഒരു KSRTC ബസ്സും 10 സ്വകാര്യ ബസ്സുകളും 5 സ്കൂൾ ബസ്സുകളും കോൺട്രാക്ട് വ്യവസ്ഥയിൽ തൊഴിലാളികളെ കൊണ്ടുപോവുകയായിരുന്ന ഒരു ടെമ്പോ ട്രാവലറുമാണ് പിടികൂടിയത്. തിരുവനന്തപുരം നെട്ടയം മലമുകളിൽ സ്കൂൾ ബസ് മറിഞ്ഞ് അപകടം. 30 കുട്ടികളും ഒരു ടീച്ചറുമാണ് ബസ്സിലുണ്ടായിരുന്നത്. ആരുടെയും പരുക്ക് ഗുരുതരമല്ല. ഒരു കുട്ടിയുടെ കൈക്ക് പൊട്ടലുണ്ട്. സെന്റ് സാന്തിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ബസ്സാണ് മറിഞ്ഞത്. കയറ്റത്തിൽ നിന്ന് നിയന്ത്രണം വിട്ട ബസ് താഴ്ചയിലേക്ക് മറിയാതെ മൺതിട്ടയിൽ തട്ടി നിൽക്കുകയായിരുന്നു. മന്ത്രി വി ശിവൻകുട്ടി ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ കണ്ടു. വണ്ടി വളയ്ക്കാൻ വേണ്ടി കയറ്റി ബാക്ക് എടുത്തപ്പം ബ്രേക്ക് ലൂസ് പോയെന്ന് തോന്നുന്നു. വണ്ടി ഒന്ന് വീണ് കുഴി. മൊത്തമായിട്ട് മറിഞ്ഞോ? ഇല്ല, വീണ് നേരെ. മറിഞ്ഞൊന്നുമില്ല, മറിഞ്ഞില്ല, നേരെ എങ്ങ് വന്നിരുന്നു. പരിക്കൊന്നുമില്ലല്ലോ? എന്റെ നടു എവിടെ ഇടിച്ചു, അതല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ സ്കൂളിലോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ എന്നും ആ തേരി കയറ്റിയിട്ടാണ് വളയ്ക്കുന്നത്. ഇന്ന് ബ്രേക്ക് കിട്ടിയില്ല, അപ്പോൾ താഴത്തെ കൊക്കയിലോട്ട് മറിഞ്ഞു. കേരളത്തിൽ മഴ തുടരുന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. സംസ്ഥാനത്തെ 9 ഡാമുകളിൽ റെഡ് അലർട്ടുണ്ട്. തൃശൂരിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് കളക്ടർ അവധി പ്രഖ്യാപിച്ചു. CBSE, ICSE, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, അംഗനവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. കനത്ത മഴയിൽ എറണാകുളം തേവയ്ക്കൽ എടത്തല സഹകരണ അങ്ങാടിക്ക് സമീപം മണ്ണിടിച്ചിലുണ്ടായി. 25 അടിയോളം ഉയരമുള്ള അതിരാണ് ഇടിഞ്ഞു വീണത്. മാർട്ടിൻ, വിജു എന്നിവരുടെ വീടിന്റെ അതിരാണ് ഇടിഞ്ഞത്. മാർട്ടിന്റെ വീട് ഏത് നിമിഷവും നിലം പൊത്താവുന്ന അവസ്ഥയിലാണ്. വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കനത്ത മഴയിൽ മൂന്നാർ ആറോ ജംഗ്ഷന് സമീപം വീണ്ടും മണ്ണിടിച്ചിൽ. ദിവസങ്ങൾക്ക് മുൻപ് മണ്ണിടിഞ്ഞ് അപകടമുണ്ടായതിന് സമീപം തന്നെയാണ് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായത്. വഴിയോര കടകൾക്ക് നാശം സംഭവിച്ചു. കടകൾ അടഞ്ഞുകിടന്നിരുന്നതിനാൽ അപകടങ്ങൾ ഉണ്ടായില്ല. പ്രദേശത്ത് മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഈ ഭാഗത്തെ മരങ്ങളും അപകടാവസ്ഥയിലാണ്. സംഭവത്തെ തുടർന്ന് ദേവികുളം സബ് കളക്ടർ VA ആര്യ പ്രദേശം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. കോഴിക്കോട് എരഞ്ഞിപ്പറമ്പിൽ ജലസംഭരണിയുടെ കോൺക്രീറ്റ് അടർന്നു വീണു. ജലസംഭരണിയിലെ വെള്ളം 2 വീടുകളിലേക്ക് കുതിച്ചെത്തി. 30 വർഷം മുൻപ് നിർമ്മിച്ചതാണ് ഈ ജലസംഭരണി. 120 കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ജലസംഭരണിയാണ് അപകടാവസ്ഥയിലുള്ളത്. കാസർഗോഡ് ചെറുവത്തൂർ ആനിക്കടിയിൽ തെങ്ങ് വീണ് ഇലക്ട്രിക് ലൈൻ തകർന്ന് റോഡിൽ പതിച്ചു. റോഡരികിലെ തെങ്ങ് വൈദ്യുതി ലൈനിലേക്ക് പൊട്ടി വീഴുകയായിരുന്നു. തെങ്ങും വൈദ്യുതി കമ്പിയും തിരക്കേറിയ റോഡിലാണ് പതിച്ചത്. സംഭവ സമയം കടന്നുപോയ ബസ്സിലെ യാത്രക്കാർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്.
അട്ടപ്പാടിയിൽ 130.4 കിലോ ചന്ദനവുമായി 3 പേർ പിടിയിൽ. താവളം കണ്ടിയൂർ സ്വദേശി വിജയകുമാർ, മുക്കാലി സ്വദേശി സനീഷ്, ജെല്ലിപ്പാറ സ്വദേശി ജോമോൻ എന്നിവരാണ് വനംവകുപ്പിന്റെ പിടിയിലായത്. അഗളി കിലയിൽ നിന്ന് ചന്ദനം മുറിച്ചു കടത്താൻ ശ്രമിക്കവെയാണ് ഇവർ പിടിയിലായത്. കോതമംഗലം കുട്ടമ്പുഴയിൽ ജീപ്പിന് നേരെ കാട്ടാനക്കൂട്ടം പാഞ്ഞെടുത്തു. ഇന്നലെ വൈകിട്ട് പന്തപ്ര കൂട്ടിക്കുളം പാലത്തിന് സമീപത്ത് വെച്ചാണ് സംഭവം. ജനപ്രതിനിധികളും ബന്ധുക്കളും അടക്കം സഞ്ചരിച്ച ജീപ്പിന് നേരെയായിരുന്നു കാട്ടാനക്കൂട്ടം പാഞ്ഞെടുത്തത്. പാൽവില വർദ്ധിപ്പിക്കണമെന്ന് മിൽമ മേഖലാ യൂണിയൻ ചെയർപേഴ്സൺ മണി വിശ്വനാഥ്. വില കൂട്ടാതെ മുന്നോട്ടു പോകാനാകില്ല. ഓണത്തിന് ശേഷം വില വർധന പഠിക്കാൻ സമിതിയെ നിയോഗിക്കുമെന്നും മണി വിശ്വനാഥ് പറഞ്ഞു. അതേസമയം തിരുവനന്തപുരം മേഖലയിൽ ബോട്ടിൽ മിൽക്ക് വിതരണം ഉടൻ ആരംഭിക്കും. 1 ലിറ്റർ ബോട്ടിലിന് 70 രൂപയാണ് വില. ആലുവ ടൗണിൽ വീണ്ടും വൻ ലഹരിവേട്ട. 50 ലക്ഷം രൂപയുടെ മയക്കുമരുന്നാണ് എക്സൈസ് പിടിച്ചെടുത്തത്. 158 ഗ്രാം ഹെറോയിനാണ് ആലുവ KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തു നിന്നും പിടിച്ചെടുത്തത്. സംഭവത്തിൽ അസം സ്വദേശി മഖബുൾ ഹുസൈനെ എക്സൈസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എക്സൈസ് ഇൻസ്പെക്ടർ പ്രമോദ് KPയും സംഘവുമാണ് പ്രതിയെ പിടികൂടിയത്. പാലക്കാട് ഭവാനിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട യുവാക്കളുടെ മൃതദേഹം കണ്ടെത്തി. തമിഴ്നാട് സ്വദേശികളായ ഭൂപതി രാജ്, പ്രതാപ് രാജ് എന്നിവരാണ് മരിച്ചത്. 10 അംഗ സംഘമാണ് പുഴയിലെത്തിയത്. കോയമ്പത്തൂരിൽ നിന്ന് അവധി ആഘോഷിക്കാൻ എത്തിയതായിരുന്നു യുവാക്കൾ. വെള്ളിയാഴ്ച വൈകിട്ട് കുളിക്കാനിറങ്ങിയവെയാണ് അപകടമുണ്ടായത്. തിരക്കൊഴിയാതെ മൂന്നാറിലെ പ്രധാന റോഡുകളിലെല്ലാം വാഹനങ്ങൾ നിറഞ്ഞതോടെ ഗതാഗതക്കുരുക്കിൽ വലയുകയാണ് വിനോദസഞ്ചാരികൾ. മൂന്നാർ മാട്ടുപ്പെട്ടി റൂട്ടിലും രാജമല റൂട്ടിലുമാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമായത്. മഴയാണെങ്കിലും തണുപ്പും മഞ്ഞും നിറഞ്ഞ കാലാവസ്ഥ ആസ്വദിക്കാൻ മൂന്നാറിലേക്ക് നിരവധി സഞ്ചാരികളാണ് എത്തുന്നത്. സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കുമ്പോഴും തലവേദനയാകുന്നത് മൂന്നാറിലെ ഗതാഗതക്കുരുക്കാണ്. മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്കാണ് ദിവസവും അനുഭവപ്പെടുന്നത്. മൂന്നാർ ടൗണിലും മാട്ടുപ്പെട്ടി റൂട്ടിലും രാജമല റൂട്ടിലുമാണ് ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്ക്. ടൗണിലെ ഗതാഗതക്കുരുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന നിരവധി സഞ്ചാരികളാണ് മറയൂരിലേക്കടക്കമുള്ള യാത്ര അവസാനിപ്പിച്ച് മറ്റു മേഖലകളിലേക്ക് പോകുന്നത്. യാത്രക്കാരാണേലും അതുപോലെ തന്നെ ഈ വരുന്ന ആൾക്കാരാണേലും ട്രാഫിക് കുരുക്കിൽപ്പെട്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ്. ഇവിടെ ആൾക്കാർ വരുന്നത് കൂടുതലും അവർ ഈ പ്രദേശത്തിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് മടങ്ങുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് അവർ വരുന്നത്. പക്ഷേ വരുന്ന ആളുകൾക്ക് ഈ വണ്ടിയിൽ നിന്നും ഇറങ്ങി സ്വസ്ഥമായിട്ട് അവർ ഡെസ്റ്റിനേഷനിൽ എത്താനായിട്ടുള്ളൊരു അവസരം ഉണ്ടാകുന്നില്ല. മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്കിൽപ്പെട്ട് ഈ വാഹനങ്ങൾ ഇവിടെയെല്ലാം കിടക്കുകയാണ്. ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരിക്കൽ ഗതാഗതക്കുരുക്കിൽപ്പെടുന്ന സഞ്ചാരികൾ വീണ്ടും മൂന്നാറിലേക്ക് എത്താൻ മടിക്കും. ഇത് വിനോദസഞ്ചാര മേഖലയ്ക്ക് തന്നെ വലിയ തിരിച്ചടിയായി മാറുമെന്നതിൽ സംശയമില്ല. ന്യൂസ് 18 മൂന്നാർ. ഓണത്തെ വരവേൽക്കാൻ ചെണ്ടുമല്ലിപ്പാടമൊരുക്കി പിരപ്പൻകോട് ഗ്രാമം. തിരുവനന്തപുരം ജില്ലയിലെ മുതാക്കൽ ഗ്രാമപഞ്ചായത്തിലെ പിരപ്പൻകോട് പാടശേഖരത്താണ് ചെണ്ടുമല്ലിയും വാടാമല്ലിയും വർണ്ണവൈവിധ്യങ്ങൾ വിരിയിച്ച് പൂത്തുലഞ്ഞു നിൽക്കുന്നത്. 2 പതിറ്റാണ്ടിലധികം തരിശുകിടന്ന പാടങ്ങൾ പൂർണ്ണമായും നെൽകൃഷിയിലേക്ക് തിരിച്ചുകൊണ്ടുവന്ന് ശ്രദ്ധ നേടിയ പിരപ്പമൻകാട് പുഷ്പകൃഷിയിലും പുതിയ മാതൃക തീർക്കുകയാണ്. വയലിന്റെ കരയിലുള്ള 1.5 ഏക്കർ പറമ്പിൽ വസന്തം വിരിച്ചുകൊണ്ടാണ് പിരപ്പൻകാട് പുതിയ ചരിത്രമെഴുതാനൊരുങ്ങുന്നത്. ആലപ്പുഴ കഞ്ഞിക്കുഴിയിൽ നിന്ന് കൊണ്ടുവന്ന 12,600 തൈകളാണ് ഇവിടെ നട്ടുപിടിപ്പിച്ചത്. 10,000 ചെണ്ടുമല്ലിയും 2,600 വാടാമല്ലിയും. ചെണ്ടുമല്ലിയിൽ മഞ്ഞയും ഓറഞ്ചും നിറങ്ങളാണുള്ളത്. വാടാമല്ലിയിൽ വെള്ള, ചുവപ്പ്, റോസ്, മജന്ത എന്നിങ്ങനെ 4 നിറങ്ങളിലെ പൂക്കളുണ്ട്. ചെടികൾ നനയ്ക്കാൻ റെയിൻ ഹൌസ് എന്ന പുതിയ രീതി പരീക്ഷിച്ചു. കർഷകരിൽ നിന്ന് തന്നെ സ്വരൂപിച്ച് 3 ലക്ഷം രൂപയാണ് മുതൽ മുടക്ക്. എല്ലാ ദിവസവും ചെടികൾക്കിടയിൽ ഈ കർഷകരുടെ സാന്നിധ്യമുണ്ട്. കനത്ത മഴയും തണ്ടുചീൽ രോഗവുമൊക്കെ പ്രതിസന്ധി സൃഷ്ടിച്ചുവെങ്കിലും കൃഷിവകുപ്പിന്റെ സഹായത്തോടുകൂടി അതിനെയും തരണം ചെയ്തു. തൊഴിലുറപ്പ് തൊഴിലാളികളും നാട്ടിലെ വിദ്യാർത്ഥികളും യുവാക്കളുമെല്ലാം ഈ ചെടികളുടെ പരിചരണത്തിനായി ഓടിയെത്തുന്നുണ്ട്. വിനോദസഞ്ചാരത്തിന്റെ സാധ്യതകൾ കൂടി പരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ് പിരപ്പമൻകാട്ടിലെ കർഷകർ. ഏക്കർ കണക്കുള്ള നെൽപ്പാടവും അതിന്റെ
മധ്യഭാഗത്തായി നിർമ്മിച്ചിട്ടുള്ള ഏറുമാടവും ഒരു ഭാഗത്ത് നദിയും ചെണ്ടുമല്ലിപ്പാടവുമെല്ലാം ടൂറിസ്റ്റുകളെ ആകർഷിക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 ആറ്റിങ്ങൽ. സമ്മിശ്ര കൃഷിയിലൂടെ വിജയം കൊയ്ത് ഇടുക്കി സ്വദേശിനി ചന്ദ്രകുന്നേൽ സെലിൻ മാത്യു 5 ഏക്കറോളം വരുന്ന തന്റെ കൃഷിയിടത്തിലാണ് ഈ മധ്യവയസ്ക പൊന്നു വിളയിച്ചത്. നാണ്യവിളകളും സുഗന്ധവ്യഞ്ജനങ്ങളും പച്ചക്കറികളും അടക്കം സെലിന്റെ തോട്ടത്തിലുണ്ട്. കൊക്കോ, ജാതി, ഗ്രാമ്പു, റബ്ബർ തുടങ്ങിയ ദീർഘകാല നാണ്യവിളകളാണ് സെലിൻ മാത്യുവിന്റെ തോട്ടത്തിലുള്ളത്. ഇതിനു പുറമെ കപ്പ, വാഴ, പച്ചക്കറി, പഴവർഗ്ഗങ്ങളുടെ കൃഷിയിലും ഈ മധ്യവയസ്ക വിജയം കൊയ്തു. ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ 11ാം വാർഡിലാണ് ഈ സമ്മിശ്ര കർഷകയുടെ 5 ഏക്കർ തോട്ടമുള്ളത്. എനിക്ക് 4-5 ഏക്കർ സ്ഥലമുണ്ട്. അതിനകത്ത് ഫുള്ളായിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവിധ കൃഷികളും സമ്മിശ്രമായിട്ട് ചെയ്യുന്നുണ്ട്. ജാതി, കൊക്കോ, തെങ്ങിൻ തൈകൾ, അതുപോലെ റംബുട്ടാൻ, പിന്നെ അവക്കോട, റബ്ബർ. സെലിൻ മാത്യുവിന്റെ മേൽനോട്ടത്തിലാണ് കൃഷി. സഹായികളുണ്ടെങ്കിലും എല്ലാത്തിലും ഈ മധ്യവയസ്കയുടെ കരസ്പർശമുണ്ടാകും. ഓരോ കൃഷിയുടെ വരുമാനത്തിലും വിളവിലും കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടാകുമെങ്കിലും സമ്മിശ്ര കൃഷിയിൽ ശരാശരി വരുമാനം ലഭിക്കുമെന്നാണ് ഈ വനിതാ കർഷക പറയുന്നത്. അതേസമയം കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ തന്നെ അറിയപ്പെടുന്ന വനിതാ കർഷകയായിട്ട് പോലും പഞ്ചായത്തും കൃഷിവകുപ്പും കർഷക ദിനത്തിൽ വേണ്ട പരിഗണന നൽകിയില്ലെന്ന പരാതിയും സെലിൻ മാത്യുവിനുണ്ട്. ന്യൂസ് 18 ഇടുക്കി. കർഷക ദിനത്തിൽ പാലക്കാട് കപ്പൂരിൽ മന്ത്രിക്കെതിരെ പ്രതിഷേധം. പഞ്ചായത്ത് തല കർഷക ദിനാചരണ പരിപാടിയുടെ ഉദ്ഘാടനത്തിനെത്തിയ മന്ത്രി MP രാജേഷിന് മുന്നിലായിരുന്നു ഒരു കൂട്ടം കർഷകരുടെ പ്രതിഷേധം. മാർച്ച് പോലീസ് തടഞ്ഞു. മന്ത്രി പങ്കെടുത്ത പരിപാടി പ്രതിപക്ഷാംഗങ്ങൾ ബഹിഷ്കരിക്കുകയും ചെയ്തു. സംഭരിച്ച നെല്ലിന്റെ വില നൽകുക, കഴിഞ്ഞ വർഷം വെട്ടിക്കുറച്ച സംസ്ഥാന വിഹിതം അനുവദിക്കുക, വന്യമൃഗശല്യം തടയാൻ നടപടി സ്വീകരിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കപ്പൂർ പഞ്ചായത്തിലെ 15 പാടശേഖര സമിതിയിലെ 50ഓളം കർഷകർ കറുത്ത മുഖാവരണവും പ്ലക്കാർഡുമേന്തി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. കൃഷിഭവനിൽ നിന്നും ആരംഭിച്ച മാർച്ച് കുമരനെല്ലൂരിൽ പോലീസ് തടഞ്ഞു. ഞങ്ങള് പ്ലക്കാർഡ് പിടിക്കാൻ തീരുമാനിച്ചിട്ടില്ല, കറുത്ത മാസ്ക് ധരിക്കാൻ തീരുമാനിച്ചിട്ടില്ല, ഇങ്ങനെ പ്രതിഷേധ പരിപാടിയായിട്ട് ഞങ്ങൾ വരാൻ തീരുമാനിച്ചിട്ടില്ല. ആ വേദിയിൽ ഞങ്ങൾക്കൊരു 10 മിനിറ്റ് ഞങ്ങളുടെ പ്രയാസങ്ങൾ അധികാരിയുടെ മുന്നിൽ നമ്മുടെ ബഹുമാനപ്പെട്ട തദ്ദേശ വകുപ്പ് മന്ത്രി രാജേഷ് അവർ വരുന്ന ആ വേദിയിൽ 10 മിനിറ്റ് സംസാരിക്കാനാണ് ഇവർ അധികാരികളോട് നമ്മൾ അനുവാദം ചോദിച്ചത്. അത് കർഷകർക്ക് മുടക്കുകയാണ് നമ്മുടെ അധികാരികൾ ചെയ്തത്. കുമരനെല്ലൂർ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന കപ്പൂർ കർഷക ദിന പരിപാടിയിലേക്ക് മന്ത്രി എത്തിയതോടെ പ്രതിഷേധക്കാർക്ക് പിന്തുണ അർപ്പിച്ച് പ്രതിപക്ഷ അംഗങ്ങൾ ചടങ്ങ് ബഹിഷ്കരിച്ചു. മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകരെ പോലീസ് നീക്കം ചെയ്തു. വസ്തുത മറച്ചുവെച്ചുള്ള പ്രതിഷേധത്തിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്ന് മന്ത്രി ആരോപിച്ചു. കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് 1200 കോടി കിട്ടാൻ കുടിശ്ശികയായിട്ടും വലിയ കാലതാമസമില്ലാതെ ബാങ്കിൽ നിന്ന് സർക്കാർ വായ്പ എടുത്ത് കർഷകർക്ക് താങ്ങുവില കൊടുക്കുകയാണ്. എന്നിട്ടാണ് ഈ വ്യാജ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. ഇടുക്കിക്ക് എന്നും ചേരുന്ന വിശേഷണമാണ് വിനോദസഞ്ചാരികളുടെ പറുദീസ എന്നത്. ഇടുക്കിയിലെ ഹൈറേഞ്ചിൽ മാത്രമല്ല മറ്റിടങ്ങളിലും സഞ്ചാരികളെ കാത്തിരിക്കുന്നത് മനോഹര കാഴ്ചകളാണ്. അത്തരത്തിലെ ഒരു പ്രദേശം പരിചയപ്പെടുത്തുകയാണ് ന്യൂസ് 18 വാർത്താ സംഘം. ഇടുക്കി ജില്ലയുടെ ലോ റേഞ്ച് മേഖലയിൽ ഒളിഞ്ഞു കിടക്കുന്നത് ടൂറിസം വികസനത്തിന്റെ വലിയ സാധ്യതകളാണ്. തൊടുപുഴയ്ക്ക് സമീപത്തെ ഒരു ചെറിയ സ്ഥലമാണ് പറമ്പാട്ടുമല. തൊടുപുഴയിൽ നിന്ന് 10 കിലോമീറ്റർ അകലം മാത്രം. കലയന്താനിക്ക് സമീപ പ്രദേശം. ഇടതൂർന്ന മരങ്ങൾക്കിടയിലൂടെ കുത്തനെയുള്ള കയറ്റം കയറി ചെല്ലുമ്പോൾ മിഴി തുറക്കുക മനോഹര കാഴ്ചകളിലേക്കാണ്. ഇടുക്കി ജില്ലയുടെ കിഴക്കൻ മേഖലയും എറണാകുളം ജില്ലയുടെ ഭാഗങ്ങളും കാണാനാകുന്ന വ്യൂ പോയിന്റാണ് പറമ്പാട്ടുമലയുടെ ഹൈലൈറ്റ്. കുടിയേറ്റ മേഖലയാണ് ഇവിടം. ഭൂരിഭാഗം പേരും കർഷകർ. എന്നാൽ ടൂറിസം തദ്ദേശ വകുപ്പുകളുടെ കൃത്യമായ ഇടപെടലുണ്ടായാൽ മികച്ച ടൂറിസം കേന്ദ്രമാക്കി മാറ്റാവുന്ന ഒരിടമാണ് പറമ്പാട്ടുമല. ടൂറിസത്തിന് ഇവിടെ നല്ല സാധ്യതയുള്ള മേഖലയാണ്. വഴിയൊക്കെ വന്നപ്പോൾ ഇപ്പോൾ ആൾക്കാർ അവധി ദിവസങ്ങളിൽ കുടുംബമായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ പുറത്തുനിന്നൊക്കെ വരുന്നുണ്ട് അവധി ദിവസങ്ങളിൽ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വഴിക്ക് ചില അസൗകര്യമുണ്ട്. പിന്നെ ഇവിടെ മറ്റു ഇതൊന്നുമില്ല, കടകളും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ ഒരു പോരായ്മയുണ്ട്.
ഇവിടെ കഴിഞ്ഞാൽ ഭയങ്കര പ്രകൃതി സൗന്ദര്യം ഇവിടെ നിങ്ങൾക്ക് അറിയാമല്ലോ, കാണാമല്ലോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാലാവസ്ഥ ക്ലിയറാണെങ്കിൽ എറണാകുളം പോലുള്ള സ്ഥലങ്ങളിൽ കൂടി കാണാം. ഇടുക്കിയിലേക്ക് എത്തുന്നവർ കൂടുതലായും കണ്ടുമടങ്ങുന്നത് മൂന്നാർ, തേക്കടി, വാഗമൺ എന്നിവിടങ്ങളാണ്. എന്നാൽ ശാന്തമായ അന്തരീക്ഷത്തിൽ കോലാഹലങ്ങളില്ലാതെ കാഴ്ചകൾ ആസ്വദിക്കാൻ കഴിയുന്ന പറമ്പാട്ടുമല പോലെയുള്ള പ്രദേശങ്ങളെയും ഇടുക്കി ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി അടിമാലി ചീയപ്പാറ വിനോദസഞ്ചാര കേന്ദ്രത്തോടനുബന്ധിച്ച് പോലീസ് എയ്ഡ് പോസ്റ്റ് വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. മുൻപ് ഇവിടെ ഒരു എയ്ഡ് പോസ്റ്റ് ഉണ്ടായിരുന്നെങ്കിലും ഇടക്കാലത്ത് പ്രവർത്തനം നിലച്ചു. ചീയപ്പാറയിലെത്തുന്ന സഞ്ചാരികളുടെ സുരക്ഷ കണക്കിലെടുത്ത് പോലീസും എയ്ഡ് പോസ്റ്റും ആവശ്യത്തിന് ഉദ്യോഗസ്ഥരെയും നിയമിക്കണമെന്നാണ് നാട്ടുകാരും സന്ദർശകരും ആവശ്യപ്പെടുന്നത്. ദിവസവും ആയിരക്കണക്കിന് സന്ദർശകരെത്തുന്ന ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് അടിമാലിക്ക് സമീപം ചീയപ്പാറ. വനത്തിന്റെ ഭാഗമായുള്ള ചീയപ്പാറയിലെത്തുന്ന സന്ദർശകർ നിരവധി സുരക്ഷാ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഏറെ സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് 2 വർഷം മുൻപ് പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിച്ചത്. ഏറെ താമസിയാതെ ഇതിന്റെ പ്രവർത്തനം നിലച്ചു. റോഡിൽ ഇപ്പോൾ വന്യമൃഗശല്യം വളരെ രൂക്ഷമായിരിക്കുന്ന സമയമാണ്. നിലവിൽ എല്ലാ ദിവസവും കാട്ടാനയുടെ ശല്യം റോഡിൽ ഈ നെരിയകുളം വാൾഡ വനത്തിനിടയ്ക്കുണ്ട്. ചീയപ്പാറ പ്രദേശത്തും വരുന്നുണ്ട്, വാൾഡറയും വരുന്നുണ്ട്. അതുകൊണ്ട് ഒരു എയ്ഡ് പോസ്റ്റും പോലീസുകാരനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ക്രമീകരണമൊക്കെ ചെയ്യാനും ആ വിവരങ്ങൾ മേലധികാരി അറിയിക്കാനും സാധിക്കും ഈ ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ടെങ്കിൽ. ദേശീയപാതയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങളും വന്യമൃഗശല്യവും മഴക്കാലത്തോടനുബന്ധിച്ചുണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങളുമെല്ലാം ചീയപ്പാറയിലെത്തുന്ന സന്ദർശകർക്ക് ഭീഷണിയാകാറുണ്ട്. മൺസൂൺ കാലത്ത് തിരക്കേറുന്നതോടെ വലിയ തോതിലുള്ള ഗതാഗത തടസ്സവും യാത്രക്കാർ തമ്മിലുള്ള തർക്കവും പതിവാണ്. ഇക്കാര്യങ്ങളിലെല്ലാം പരിഹാരമുണ്ടാകാൻ പോലീസ് എയ്ഡ് പോസ്റ്റ് തുറന്ന് പ്രവർത്തിക്കണമെന്നും വേണ്ടത്ര ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 ഇടുക്കി. സംസ്ഥാനത്തെ ഏറ്റവും ആധുനിക സംവിധാനങ്ങളുള്ള അമ്മത്തൊട്ടിൽ കോഴിക്കോട് ഒരുങ്ങി. ബീച്ച് ആശുപത്രിയോട് ചേർന്നുള്ള അമ്മത്തൊട്ടിലിൽ കുട്ടികളെ ഏൽപ്പിക്കുന്നവരുടെ സ്വകാര്യതയും കുഞ്ഞുങ്ങളുടെ സുരക്ഷയും ഒരേപോലെ സംരക്ഷിക്കാനാവും. വാതിൽ തുറന്ന് കുഞ്ഞിനെ അമ്മത്തൊട്ടിൽ കിടത്തി പുറത്തിറങ്ങിയാലുടൻ കതക് സ്വയം അടയും. പിന്നീട് പുറത്തുനിന്ന് തുറക്കാനാവില്ല. സെൻസർ സംവിധാനത്തിൽ മുറിക്കുള്ളിലെ ക്യാമറകൾ പ്രവർത്തനം ആരംഭിക്കും. കുഞ്ഞിന്റെ ഭാരവും ഊഷ്മാവും രേഖപ്പെടുത്തും. മുറിക്കുള്ളിലെ താപനില ക്രമീകരിക്കപ്പെടും. കുഞ്ഞെത്തിയ വിവരം ആശുപത്രിയിലെയും ശിശുക്ഷേമ സമിതിയിലെയും ഉദ്യോഗസ്ഥർക്ക് ഫോണിൽ ലഭ്യമാവും. 2.5 മിനിറ്റിനുള്ളിൽ കുഞ്ഞിനെ സുരക്ഷിത കരങ്ങളിലേക്ക് മാറ്റാൻ കഴിയുന്ന രീതിയിലാണ് ക്രമീകരണങ്ങൾ. ഇവിടെ കുട്ടിയുമായിട്ട് കയറി നമ്മൾ സ്വിച്ച് നിൽക്കുമ്പോഴത്തേക്ക് ഡോർ ഓപ്പൺ ചെയ്യും. ആ ഡോർ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഒരു തൊട്ടിലുണ്ട്. ആ തൊട്ടിലിൻ്റെ അകത്തോട്ട് കുട്ടിയെ പ്ലേസ് ചെയ്യുന്നു. ഈ വെക്കുന്ന ഒരാളുടെയും ഐഡൻറ്റിറ്റി ഇതിൻ്റെ അകത്ത് പുറത്തു പോവില്ല. വെച്ച് കഴിഞ്ഞ് ക്ലോസ് ചെയ്യുമ്പോഴത്തേക്ക് ആ മൊമെൻറ്റിൽ തന്നെ ഒരു ഫോട്ടോ ജനറേറ്റ് ചെയ്യും. കുട്ടിയുടെ വെയിറ്റ് അനലൈസ് ചെയ്യും, ടെമ്പറേച്ചർ അനലൈസ് ചെയ്യും. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കംപ്ലീറ്റ് നമുക്കിവിടെ ഇവിടുത്തെ കോഴിക്കോട് ഹോസ്പിറ്റലിൻ്റെ മെഡിക്കൽ സൂപ്രണ്ടൻറ്റ്, അത് ഇവിടുത്തെ നഴ്സിംഗ് ഹെഡ്, നമ്മുടെ കളക്ടർ, ജില്ലാ കളക്ടർ, പിന്നെ ശിശുക്ഷേമ വകുപ്പ്, ഇവർക്ക് എല്ലാവർക്കും ഇതിന് നോട്ടിഫിക്കേഷൻസ് പോകും. സോ ഈ ഹോസ്പിറ്റലിനോടും കൂടി ചേർന്നായതുകൊണ്ട് ഹോപ്പ്ഫുള്ളി വിത്തിൻ 5 to 10 മിനിറ്റ്സിനുള്ളിൽ തന്നെ ആൾ വന്ന് ബാക്ക് ഡോർ ത്രൂ, ഫ്രണ്ട് ഡോറും അല്ല ബാക്ക് ഡോർ ത്രൂ എടുത്ത് കുട്ടീനെ അപ്പം തന്നെ സേഫ് ആക്കുക, കസ്റ്റഡിയിൽ കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രോസസ് എന്ന് പറയുന്നത്. അമ്മത്തൊട്ടിലെത്തുന്ന കുട്ടികളുടെ സുരക്ഷയടക്കമുള്ള കാര്യങ്ങളിൽ പലപ്പോഴും ആശങ്കകൾ ഉയർന്നിരുന്നു. ഇക്കാര്യങ്ങളടക്കം പരിഗണിച്ചാണ് പുതിയ രൂപകൽപ്പന. ശിശുപരിചരണ കേന്ദ്രത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലപ്പെട്ട ആളുകൾ, ഹോസ്പിറ്റലിലെ സൂപ്രണ്ട് അടക്കം ചുമതലപ്പെട്ടവർ, അവർക്കെല്ലാം തന്നെ മൊബൈൽ ആപ്ലിക്കേഷനിൽ പ്രത്യേകമായിട്ടുള്ള റിങ് പോകും. അപ്പോൾ സ്വാഭാവികം ഒരു സംശയം തോന്നും, സാധാരണ ഒരു റിങ്ങോ മെസ്സേജോ ആയിരിക്കും എന്നാണ്. നമ്മുടെ മൊബൈലിലേക്ക് എങ്ങനെയാണോ കോൾ വരുന്നത് അതുപോലുള്ള പ്രത്യേകമായിട്ടുള്ള അലാറമായിരിക്കും. അപ്പോൾ സ്വാഭാവികം ഈ അലാറം കേൾക്കുമ്പോൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ആളുകൾക്കെല്ലാം കൃത്യമായി അറിയാൻ പറ്റും കോഴിക്കോട് അമ്മത്തൊട്ടിൽ കുഞ്ഞെത്തിയിട്ടുണ്ട് എന്ന് നമുക്കറിയാൻ സാധിക്കും. 32 ലക്ഷമാണ് അമ്മത്തൊട്ടിലിന്റെ നിർമ്മാണ ചെലവ്. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. ചാലക്കുടിയിൽ ദേശീയപാത നിർമ്മാണത്തിലെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് LDF പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. NHAI പ്രൊജക്ട് ഡയറക്ടർ ഓഫീസ് ഉപരോധിച്ചു. CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു അടക്കമുള്ളവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ICL ഫിൻകോർപ്പ് ലിമിറ്റഡിന്റെ കൊച്ചിയിലെ കോർപ്പറേറ്റ് ഓഫീസ് അനക്സിന്റെ ഉദ്ഘാടനം നടന്നു. മന്ത്രി P. രാജീവ് ഉദ്ഘാടനം ചെയ്തു. ഹൈബിയുടെ MP, ഉമാ തോമസ് MLA,
GCDA ചെയർമാൻ കെ ചന്ദ്രൻപിള്ള, വാർഡ് കൗൺസിലർ ശ്രീമതി ശാന്ത വിജയൻ, LACTCയുടെ ഗുഡ്വിൽ അംബാസഡറും ICL ഫിൻകോർപ്പിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ അഡ്വക്കേറ്റ് KG അനിൽകുമാർ, ICL ഫിൻകോർപ്പിന്റെ ഹോൾ ടൈം ഡയറക്ടർ ആൻഡ് CEO ഉമാ അനിൽകുമാർ എന്നിവരും ചടങ്ങിന്റെ ഭാഗമായി 3.5 മില്യണിലധികം കസ്റ്റമേഴ്സും 300-ലധികം ബ്രാഞ്ചുകളുമുണ്ട്. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 9,275, പവന് 74,200. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 7,670, പവന് 61,360. വെള്ളി ഗ്രാമിന് 125, കിലോ 1,25,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സകലമാന കേരളം പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവിൽ ടോം കുര്യാക്കോസ് ചേരും. നമസ്കാരം.